ഈ വീഡിയോ സ്ഥിരമായി മുടികൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ മുടികൊഴിച്ചിൽ കുറയണമെങ്കിൽ ഹെയർ ഓയിലും സപ്ലിമെന്റ്സും ഷാമ്പൂവും മാത്രം പോരാ. നിങ്ങൾ മിസ് ചെയ്താത്ത ഒരു പ്രധാന കാര്യമാണ്, അതാണ് സ്കാൽപ്പ് എക്സാമിനേഷൻ. സ്കാൽപ്പ് പ്രോപ്പർലി എക്സാമിൻ ചെയ്യാത്തതുകൊണ്ടാണ് പലർക്കും എത്ര ഹെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടും എത്ര സപ്ലിമെന്റ്സ് കഴിച്ചിട്ടും നല്ല റിസൾട്ട് കിട്ടാത്തത്. സ്കാൽപ്പ് എക്സാമിനേഷനിൽ എന്തൊക്കെയാണ് നോക്കുന്നത്? സ്കാൽപ്പിൽ ചോപ്പോ വീക്കമോ ഉണ്ടോ, ഡാൻഡ്രഫ് ആണോ, സെബോഡെർമറ്റൈറ്റിസ് ആണോ, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടോ, ഫോളിക്കുലൈറ്റിസ് ഉണ്ടോ, ഹെയർ ഫോളിക്കിൾസ് സ്ട്രോങ് ആണോ, സ്കാറിംഗ് തുടങ്ങിയിട്ടുണ്ടോ എന്നിങ്ങനെ ചികിത്സയെ മുഴുവൻ മാറ്റിമറിക്കുന്ന കാര്യങ്ങളാണ് ആദ്യം വിലയിരുത്തുന്നത്. ഉദാഹരണത്തിന് ഡാൻഡ്രഫിന് കൊടുക്കുന്ന ചികിത്സയും അലോപേഷ്യ എയറേറ്റിക്ക് കൊടുക്കുന്ന ചികിത്സയും ആൻഡ്രോജനിക് ഹെയർ ലോസിന് കൊടുക്കുന്ന ചികിത്സയും ഒരിക്കലും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് മറ്റൊരാൾക്ക് ഫലം കിട്ടിയ ഹെയർ ഓയിൽ അല്ലെങ്കിൽ സീറം, ഷാംപൂ അല്ലെങ്കിൽ ഹോം റെമഡീസ് നിങ്ങൾക്കും ഫലം കാണണമെന്നില്ല. ചില ഹെയർ ഡിസോർഡേഴ്സിൽ ചികിത്സ വൈകിയാൽ ഹെയർ ഫോളിക്കിൾസ് സ്ഥിരമായി നശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ ശരിയായ ഡയഗ്നോസിസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്റെ ചികിത്സാ രീതിയിൽ ഞാൻ മുടികൊഴിച്ചിൽ മാത്രം നോക്കി ചികിത്സിക്കാറില്ല. സ്കാൽപ്പ് എക്സാമിനേഷൻ, ഹെയർ ലോസ് പാറ്റേൺ, ആവശ്യമായ ബ്ലഡ് ടെസ്റ്റ്, ഫെറിറ്റിൻ, തൈറോയിഡ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്, PCOS, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ലൈഫ് സ്റ്റൈല് എന്നിവയെല്ലാം വരുത്തിയ ശേഷമാണ് ഞാൻ ചികിത്സ നൽകാറുള്ളത്. ശരിയായ കാരണം കണ്ടെത്തി ചികിത്സ ആരംഭിക്കുമ്പോൾ ഹെയർ ഫോൾ നിയന്ത്രിക്കാനും ഹെയർ ഡെൻസിറ്റി മെച്ചപ്പെടുത്താനും പല ഹെയർ ഡിസോർഡേഴ്സിലും അതിന്റെ പുരോഗതി തടയാനും നല്ല ഫലം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹെയർ ഫോളിനായി സ്കാൽപ്പ് എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടോ? കമന്റ് ചെയ്ത് അറിയിക്കും. മുടികൊഴിച്ചിൽ കാരണം ബുദ്ധിമുട്ടുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യും. സ്കിൻ ആൻഡ് ഹെയർ കെയർ അറിവുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.